ഹരിശ്രീ ഗണപതയെ നമ. അവിഘ്നമസ്തു. ഗും ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയത്തെ അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന വിവാഹ വിഷയത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പ്രശ്നമാർഗത്തെ അവലംബിച്ച് കൊണ്ട് തന്നെയാണ് ഈ വിഷയവും ചിന്തിക്കുന്നത്. പ്രശ്നമാർഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യന് മനുഷ്യജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന അനുഭവങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് മനുഷ്യന് ജീവിതയാത്രയിൽ അനുഭവപ്പെടുന്ന പ്രാരാബ്ധങ്ങളെ ലഘൂകരിക്കുവാൻ വേണ്ട ഉപാധികൾ പ്രശ്നചിന്തയിലൂടെ ഒരു ദൈവജ്ഞൻ എങ്ങനെ കണ്ടെത്തണം എന്ന് മനസ്സിലാക്കി തരികയാണല്ലോ ആചാര്യർ ചെയ്യുന്നത്. ആദ്യം തന്നെ ദൈവജ്ഞന് വേണ്ട യോഗ്യതകളും പാലിക്കേണ്ട നിഷ്ഠകളും അതുപോലെ തന്നെ പ്രകൃതിയിൽ ശ്രദ്ധിക്കേണ്ട നിമിത്തങ്ങളും ഒക്കെ പഠിപ്പിച്ച് തന്നിട്ട് ഒരുവനെ ആയുസ് ചിന്തിക്കുവാൻ പറയുന്നു. അതിനുശേഷം ആയുസ്സുണ്ടെന്ന് കണ്ടാൽ അവൻ്റെ ലഗ്നാദിഭാവങ്ങളെ ചിന്തിക്കാൻ പറഞ്ഞു. ലഗ്നാദിഭാവങ്ങൾക്ക് എന്തെങ്കിലും കോട്ടങ്ങളൊക്കെ ഉണ്ടായാൽ വേണ്ട ഈശ്വര വിചാരത്തെപ്പറ്റിയും ആചാര്യം പറഞ്ഞു തരുന്നു. പിന്നീട് ചതുരാശ്രമങ്ങളിൽ പ്രധാനമായ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുന്നതിന് വേണ്ട വിവാഹ വിഷയം ചിന്തിക്കുന്നു. ആയുസ്സുണ്ടെന്ന് കാണുമ്പോഴാണല്ലോ അടുത്ത വിഷയങ്ങളൊക്കെ ചിന്തിക്കേണ്ടത്. അങ്ങനെ വിവാഹ വിഷയം ചിന്തിച്ചു. എന്നിട്ട് കുലം നിലനിർത്തി പോകേണ്ട നാം എന്ന നരകത്തിൽ നിന്ന് ഏവർക്കും വിമുക്തി നേടുവാനായിട്ട് സന്തതി ചിന്ത നടത്തുന്നു. അതിനുശേഷം ഒരുവനുണ്ടായേക്കാവുന്ന രോഗങ്ങളുടെ കാരണവും പ്രതിവിധിയും പറ്റിയൊക്കെ ആചാര്യൻ പറഞ്ഞു തരുന്നു. മനുഷ്യൻ്റെ പാപപങ്കിലമായ ജീവിതത്തിൽ ധർമ്മചിന്ത വരുത്തുവാൻ ദേവചിന്തയുടെ ആവശ്യം മനസ്സിലാക്കി ദേവപ്രശ്നം എന്നൊരധ്യായവും ആചാര്യൻ തരുന്നു. അതിനുശേഷം വിശദമായി മനുഷ്യജീവിതത്തിലെ നിരവധി പ്രശ്നങ്ങളെപ്പറ്റി ആചാര്യം പറഞ്ഞു തരുന്നുണ്ട്. വർഷപ്രശ്നം, കൂപപ്രശ്നം, ഭോജനപ്രശ്നം, ലാഭപ്രശ്നം, സുരതപ്രശ്നം, നഷ്ടപ്രശ്നം ഇത്യാദി എല്ലാത്തിനും ഓരോ അധ്യായങ്ങൾ തന്നെ ആചാര്യർ പറഞ്ഞു തരുന്നുണ്ട് അധ്യായങ്ങൾ വഴി. കൂട്ടത്തിൽ മനുഷ്യൻ്റെ ഉപബോധ മനസ്സിൽ അലട്ടുന്ന ചിന്തകൾ സ്വപ്നമായി തെളിയാറുണ്ട്. ചില സ്വപ്നങ്ങൾ ജീവിതത്തിൽ വരാൻ പോകുന്ന ചില ആപത്തുകൾക്ക് മുൻകൂട്ടി സൂചന തരുന്നതായിരിക്കും. മറ്റു ചില സ്വപ്നങ്ങൾ നമുക്ക് ഭാവിയിൽ മുമ്പോട്ട് നയിക്കാൻ പറ്റിയതാകും. അപ്പോൾ ഇതൊക്കെ ഒന്ന് അപഗ്രഥിച്ച് ഈ സ്വപ്നങ്ങളെ അപഗ്രഥിച്ച് പഠിക്കേണ്ട ആവശ്യം ആചാര്യർ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഈ സ്വപ്ന പ്രശ്നത്തിന് ഒരു അധ്യായം തന്നെ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അതിനാലാവും സ്വപ്ന പ്രശ്നത്തിന് ആചാര്യർ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഒരധ്യായത്തിൽ തന്നെ സ്വപ്ന പ്രശ്നത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. ഈ സ്വപ്ന പ്രശ്നമാണ് ഇന്ന് നമ്മൾ അതിനെപ്പറ്റി ആചാര്യർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാം. പ്രശ്നമാർഗം 31-ാം അധ്യായത്തിൽ അനേക വിധങ്ങളായ സ്വപ്ന പ്രശ്നങ്ങളെ പറയുന്നു. സ്വപ്നം വിവിധ യാമങ്ങളിൽ സംഭവിച്ചാൽ അതിന് എത്രയെത്ര കാലത്തിനകം അനുഭവവേദ്യമാകുമെന്നും ഓരോരോ സ്വപ്നങ്ങളുടെയും ഫലം എന്തായിരിക്കുമെന്നും ഒക്കെ വിശദമായി ചർച്ച ചെയ്യുന്നു ആചാര്യൻ. വാതപിത്ത കഫങ്ങൾ ദുഷിച്ചുണ്ടാകുന്ന ഉള്ളവർ കാണുന്ന സ്വപ്നത്തെപ്പറ്റിയും ആചാര്യം പറയുന്നുണ്ട്. അപ്പം പൃച്ഛകൻ കണ്ട സ്വപ്നത്തെപ്പറ്റി ഒരു ചോദ്യവുമായിട്ട് ജ്യോത്സ്യൻ്റെ മുമ്പിൽ വന്നാൽ അതിൻ്റെ ഫലം എങ്ങനെയായിരിക്കും എന്നൊക്കെ ജ്യോത്സ്യന്മാർ അഭിമുഖീകരിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു ചോദ്യം വന്നാൽ ആ സ്വപ്നം ഏത് രീതിയിലുണ്ടായതാണ്, വാതപിത്ത കഫ ദോഷത്താലുണ്ടായ സ്വപ്നമാണോ, അതല്ല നേരം വെളുക്കുമ്പോൾ ഉണ്ടായതാണോ, അത് ഏത് യാമത്തിൽ കണ്ട പ്രശ്നം, ഇങ്ങനെയൊക്കെ വിവിധ തരങ്ങളായിട്ട് വേർതിരിച്ചറിഞ്ഞിട്ട് വേണം സ്വപ്നത്തിൻ്റെ ഫലം പറയുക. പ്രസിദ്ധനായ മനഃശാസ്ത്രജ്ഞനായ ശ്രീ സിഗ്മണ്ട് ഫ്രോയിഡ് 1920 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഡ്രീം സൈക്കോളജി എന്ന കൃതിയിൽ അനേകം മനഃശാസ്ത്രപരമായ പഠനങ്ങളിലൂടെ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അബോധാവസ്ഥയിലുള്ള ആഗ്രഹങ്ങളെ എങ്ങനെ സ്വപ്നങ്ങൾ പ്രകാശിപ്പിക്കുന്നുവെന്ന് ഇതിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അത് ശാസ്ത്രീയമായ ചിന്തയാണ്. നമ്മൾ പ്രശ്നചിന്തയാണ് നടത്തേണ്ടത് ദൈവജ്ഞന്മാർ. അപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നഫലത്തിലൂടെ അതായത് ഈ സ്വപ്നം ഉണ്ടാവുന്നത് കണ്ട കാര്യങ്ങളെപ്പറ്റി ഉള്ള സ്വപ്നമായിരിക്കും, ചിലപ്പോൾ കേട്ട കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ചിന്തിച്ചതായിരിക്കും, ആഗ്രഹിച്ചതായിരിക്കും, അല്ല മനസ്സ് കൊണ്ട് താല്പര്യപ്പെടുന്ന
നെ പറ്റിയായിരിക്കും, ഇങ്ങനെ പല രീതിയിലായിരിക്കും സ്വപ്നം കാണുന്നത്. സ്വപ്നം കണ്ട ഫലം എങ്ങനെയെന്ന് സ്വപ്ന സ്വഭാവം മനസ്സിലാക്കി സ്വപ്നം വിശകലനം ചെയ്ത് പറയാൻ ബാധ്യസ്ഥരാകുന്നു ജ്യോത്സ്യർ. അങ്ങനെ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഒരു അടിത്തറ ഉണ്ടാക്കിയാൽ അതും നന്നായിരിക്കും. യഥാർത്ഥ ഉത്തരം കാണാൻ അതും ഉപകാരപ്പെടും. അതിന് പ്രശ്നമാർഗം 31-ാം അധ്യായത്തിൽ ആചാര്യർ ഇതിനൊക്കെ മറുപടി എങ്ങനെയാണ് പറയേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു. സ്വപ്നപ്രശ്നത്തിൻ്റെ ആധികാരികത മനസ്സിലാക്കുവാൻ ആചാര്യർ വാൽമീകി രാമായണത്തിൽ നിന്നുള്ള ഭരതൻ്റെ സ്വപ്നത്തെ പറ്റി വിശദീകരിച്ചിരിക്കുന്നു. അതെന്തെന്നാൽ ദശരഥ മഹാരാജാവിൻ്റെ ചരമവും ശ്രീരാമൻ്റെ വനവാസവും ഒക്കെ സംബന്ധിച്ച പ്രശ്നങ്ങൾ അയോധ്യയിലുണ്ടായപ്പോൾ കേകയ രാജ്യത്തായിരുന്ന ഭരതൻ കണ്ട സ്വപ്നങ്ങളും അത് യാഥാർത്ഥ്യമായതിനെ പറ്റിയൊക്കെയാണ് ആചാര്യർ ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആദ്യത്തെ ശ്ലോകത്തിൽ ഭരതൻ കണ്ട സ്വപ്നത്തെ പറ്റി പറയുകയാണ്. അതായത്, സ്വപ്നത്തിൽ പിതാവിനെ മലിനവേഷത്തിൽ തലമുടി അഴിച്ചിട്ട് പർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് ചാണക വെള്ളത്തിൽ വീഴുന്നതായി ഞാൻ കണ്ടു എന്നാണ്. അടുത്ത ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നത്, സ്വപ്നത്തിൽ സമുദ്രം വറ്റിയതായും ചന്ദ്രനെ ഭൂമിയിൽ വീണതായും ഭൂമിയെ മറയ്ക്കത്തക്ക വിധം ഇരുട്ടുകൊണ്ട് ചുറ്റപ്പെട്ടുവോ എന്ന് തോന്നും വണ്ണവും ഞാൻ കണ്ടു. അടുത്തത്, രാജവാഹനമായ ആനയുടെ കൊമ്പൊടിഞ്ഞതായും കത്തുന്ന അഗ്നി പെട്ടെന്ന് കെട്ടുപോയതായും ഞാൻ കണ്ടു. ഇരുമ്പ് കൊണ്ടുള്ള സിംഹാസനത്തിൽ ചെമന്ന വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജാവിനെ കറുത്ത് ചെമ്പിച്ച നിറമുള്ള സ്ത്രീകൾ പരിഹസിച്ചതായി സ്വപ്നത്തിൽ കണ്ടു. ധർമ്മബുദ്ധിയായ അദ്ദേഹം ചമന്ന മാലയും കുറിക്കൂട്ടും ധരിച്ച് കഴുതയെ കെട്ടിയ രഥത്തിൽ കയറി തിടുക്കത്തിൽ തെക്കേ ദിക്കിലേക്ക് പുറപ്പെട്ടു എന്ന് സ്വപ്നത്തിൽ കാണുന്നു. ചമന്ന നിറമുള്ള വസ്ത്രം ധരിച്ച് ചിരിക്കുകയാണോ എന്ന് തോന്നും വിധം വെറുതെ മുഖത്തോടു കൂടി രാജാവിനെ, അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛനെ പിടിച്ചു വലിക്കുന്ന രാക്ഷസിയായ സ്ത്രീ സ്വപ്നത്തിൽ കാണപ്പെട്ടു. എൻ്റെ മനസ്സ് സ്വസ്ഥമല്ലാത്ത വിധമായിരിക്കുന്നു. ഞാനോ അല്ലെങ്കിൽ രാമനോ രാജാവോ ലക്ഷ്മണനോ മരിക്കുന്നതാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു ഈ സ്വപ്ന ദർശനത്തിന് ശേഷം. അതുപോലെ തന്നെ എൻ്റെ പിതാവായ ദശരഥനായ രാജാവ് സുഖമായി ഇരിക്കുന്നവനല്ലേ? മഹാനുഭാവനായ ശ്രീരാമനിലും ലക്ഷ്മണനിലും രോഗമില്ലായ്മയല്ലേ ഉള്ളത്? ഉത്കൃഷ്ടയും ധർമ്മതൽപരയും ധർമ്മത്തെക്കുറിച്ച് ബോധമുള്ളവളും ധർമ്മം അനുഷ്ഠിക്കുന്നവളും ബുദ്ധിമാനായ ശ്രീരാമൻ്റെ മാതാവുമായ കൗസല്യ രോഗമില്ലാത്തവളുമല്ലേ? ലക്ഷ്മണൻ്റെ പരാക്രമിയായ ശത്രുഘ്നൻ്റെയും അമ്മയും ധർമ്മജ്ഞയും നടുവിലത്തെ അമ്മയുമായ ആ സുമിത്രയും രോഗമില്ലാതെ ഇരിക്കുന്നവളല്ലേ? എപ്പോഴും സ്വന്തം കാര്യത്തിൽ മാത്രം ആഗ്രഹവും കഠിനഹൃദയവും കോപശീലവും ബുദ്ധിമതിയെന്ന ദുരഭിമാനമുള്ളവളുമായ സ്വന്തം മാതാവിന് കൈകേകിയും രോമമുഖമൊന്നുമില്ലാതെ ഇരിക്കുന്നില്ലേ? അവർ എന്തു പറഞ്ഞു എന്നുമൊക്കെ രാമായണത്തിൽ ഭരതൻ കണ്ട ദുസ്വപ്നത്തിൻ്റെ സ്വഭാവം ഇതൊക്കെയാണെന്നാണ് ആചാര്യർ രാമായണത്തിൽ പറഞ്ഞ വചനങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്വപ്നത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സ്വപ്നം കാണുന്നതും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ സത്യമായിട്ട് വരും. അതെങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് ആചാര്യൻ ഈ ശ്ലോകത്തിലൂടെ, ഈ അധ്യായത്തിലൂടെ നമുക്ക് പറഞ്ഞിരുന്നത്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഇനി സ്വപ്നത്തെപ്പറ്റി പറയുമ്പോൾ നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു മനുഷ്യനെ പറ്റി പറയാതിരിക്കുവാൻ വയ്യ. നമ്മൾ പ്രശ്നമാർഗത്തിൽ പറയുന്ന സ്വപ്നവും ഈ സ്വപ്നവും തമ്മിൽ ആശയപരമായി വ്യത്യാസമുണ്ടെങ്കിലും സ്വപ്നം എങ്ങനെ ഫലവത്തായി ഉപയോഗിക്കണം, സ്വപ്നം കണ്ടുകൊണ്ട് എങ്ങനെ ഒരു നല്ല നാളെ ഉണ്ടാക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചിരുന്ന ശ്രീ APJ അബ്ദുൽ കലാമിനെ പറ്റി ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, സ്വപ്നം കണ്ടുകൊണ്ട് ഉയരങ്ങൾ കീഴടക്കുവാൻ അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്യുന്നു. അദ്ദേഹത്തെ പറ്റിയെ തന്നെ ആവട്ടെ നമ്മളുടെ ഇപ്രാവശ്യത്തെ അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായിരുന്ന ശ്രീ APJ അബ്ദുൽ കലാം പ്രശസ്തമായ മിസൈൽ സാങ്കേതിക വിദഗ്ധനും എഞ്ചിനീയറുമായിരുന്നു. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച ഇദ്ദേഹം ബഹിരാകാശ പഠനത്തിന് ശേഷം DRDOയിലും ISROയിലും തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചു. ഇദ്ദേഹത്തിനെ ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഒരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്നു. എങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എന്ത് കഠിനാധ്വാനം ചെയ്യുവാനും ഇദ്ദേഹം തയ്യാറായിരുന്നു.
ഗണിതമായിരുന്നു ഇഷ്ടപ്പെട്ട വിഷയം. സഹോദരി ഭർത്താവ് ശ്രീ ജലാലുദ്ദീനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും ശാസ്ത്ര നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെ കലാമിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ജലാലുദ്ദീൻ അദ്ദേഹത്തിൻ്റെ സ്വപ്ന നേട്ടങ്ങൾക്ക് വിത്ത് പാകിയ ഒരു മനുഷ്യനായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം സ്വപ്നം കാണുവാൻ പഠിച്ചു. ആകാശങ്ങളിൽ പറക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ഇതിന് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു. തിരുച്ചിറപ്പള്ളിയിലെ സെൻറ്റ് ജോസഫ്സ് കോളേജിൽ നിന്ന് ഭൗതികശാസ്ത്ര ബിരുദം കരസ്ഥമാക്കി. അത് തൻ്റെ സ്വപ്നത്തിന് അതുമാത്രം പോരാ എന്ന് മനസ്സിലാക്കി അദ്ദേഹം എയ്റോസ്പേസ് എൻജിനീയറിംഗ് പഠിക്കാനായിട്ട് മദ്രാസിലേക്ക് പോയി. അവിടെ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഉപരിപഠനത്തിന് ശേഷം അവിടെ വിമാനത്തിൻ്റെ സാങ്കേതിക വശങ്ങളൊക്കെ അദ്ദേഹം മനസ്സിലാക്കി. അതും തൻ്റെ സ്വപ്നത്തിന് പര്യാപ്തമാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എയറോനോട്ടിക്കൽ എൻജിനീയറിങ്ങും വ്യോമവിജ്ഞാനീയം ഐച്ഛികമായിട്ട് എടുത്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രതിഭ തിരിച്ചറിഞ്ഞ പ്രമുഖ ശാസ്ത്രജ്ഞനായ ഡോക്ടർ വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സ്ഥാപനത്തിൽ ചേരുവാൻ അദ്ദേഹം എത്തുകയാണ്. 1969 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ നിയമിതനായി. പിന്നീട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ റോക്കറ്റ് വിക്ഷേപണ വാഹനങ്ങൾ SLV-3, അതുപോലെ തന്നെ രോഹിണി എന്ന കൃത്രിമ ഉപഗ്രഹം, ഇതെല്ലാം വിക്ഷേപിച്ചിട്ട് ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ട് അദ്ദേഹം ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിട്ട് തീർന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മറ്റ് മേഖലകളിലും അതീവ താല്പര്യം പ്രകടിപ്പിച്ച ശ്രീ കലാം സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന ആശയത്തെ പിന്താങ്ങുകയും വൻതോതിലുള്ള സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ ഉപയോഗം കൂടുതൽ ജനങ്ങൾക്ക് വിവര സാങ്കേതിക വിദ്യ കൊണ്ടുള്ള പ്രയോജനം ലഭിക്കാൻ കാരണമാകുമെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇതാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളുടെ എല്ലാം അടിസ്ഥാനം. ഇനി ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില നമുക്കൊന്ന് പരിശോധിക്കാം. ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വപ്നം കാണാനും, അതുപോലെ തന്നെ ഇദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതി ആയതിനു ശേഷം വിദ്യാർത്ഥികളോട് അദ്ദേഹത്തിൻ്റെ ആഹ്വാനം സ്വപ്നം കാണുക, ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് യുവാക്കളെ പ്രചോദിപ്പിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ എങ്ങനെ വന്നു എന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ശ്രീ APJ അബ്ദുൽ കലാമിൻ്റെ ഗ്രഹനില നോക്കിയാൽ അദ്ദേഹം 1931 ഒക്ടോബർ 15-ന് 1:15 AM രാമേശ്വരത്ത് ജനിച്ചു. ലഗ്നം കർക്കിടക ലഗ്നം. ലഗ്നാധിപനായ ചന്ദ്രൻ നീചത്തിൽ 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. 5 മനസ്സിൻ്റെ സ്ഥാനമാണ്. മനകാരകനായ ചന്ദ്രൻ നീചത്തിലാണ്. എന്നാൽ ഉച്ചത്തിൽ ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം ഈ ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നു. വ്യാഴം ഭാഗ്യാധിപതിയുമാണ്. ദേവഗുരുവായ ബൃഹസ്പതിയെയാണല്ലോ വ്യാഴം പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ മനസ്സിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ചന്ദ്രനെ, മനകാരകനായ ചന്ദ്രനെ ഉച്ചത്തിലെ വ്യാഴം ബലത്തോടുകൂടി ദൃഷ്ടി ചെയ്തതാവാം അദ്ദേഹത്തെ സ്വപ്നം കാണുവാനും ഈ സ്വപ്നങ്ങളെ പിന്തുടർന്ന് വലിയ നിലയിലെത്തുവാനും, അതുപോലെ തന്നെ യുവാക്കൾക്ക് സ്വപ്നത്തെ പിന്തുടർന്ന് ഉയരത്തിലെത്തുവാൻ അനേകം യുവാക്കൾക്ക് ആഹ്വാനം നൽകി അതിന് പ്രചോദനം നൽകാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു. അനേകം യോഗങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ കാണാം. ഹംസയോഗം, മാളവ്യയോഗം, മഹാലക്ഷ്മി യോഗം, സരസ്വതി യോഗം, പാരിജാതക യോഗം, ഇങ്ങനെ ഒരുപാട് യോഗങ്ങൾ ഇതിൽ കാണാം. എന്നാലും നമ്മളിവിടെ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്നത്തിനെ പറ്റിയുള്ള ആ ഒരു ദർശനം വളരെ വിശാലമായതും വളരെ യുവാക്കൾക്ക് ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കാൻ അദ്ദേഹം പ്രാപ്തമാക്കിയതും എന്തുകൊണ്ടാണെന്നാണ് ഞാനിവിടെ പ്രത്യേകമായിട്ട് ചിന്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ബുധൻ ഉച്ചത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധി വൈഭവത്തെയും അത് കാണിക്കുന്നുണ്ട്. അങ്ങനെ അപ്പം അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കർമ്മഭാവം പരിശോധിച്ചാൽ കർക്കിടക ലഗ്നത്തിന് കുജൻ യോഗകാരകനാണ്. ഈ 10-ാം ഭാവാധിപതിയായ ഈ കുജൻ 10ലേക്ക് മാളവ്യയോഗപ്രദനായ അതും 11-ാം ഭാവാധിപതിയും കൂടിയായ ശുക്രനോടൊപ്പം നിന്ന് ദൃഷ്ടി ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കർമ്മരംഗത്ത് ഉയർച്ചയിലെത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം.
അപ്പം എല്ലാം കൊണ്ടും നമ്മുടെ പഠനത്തിന് അർഹമായതും വിശേഷപ്പെട്ടമായ ഒരു ജാതകം തന്നെയാണ് അദ്ദേഹത്തിൻ്റേത്. അതുകൊണ്ടാണ് ഇത് ജാതകം ഇവിടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തിട്ടത് നിങ്ങളുടെയൊക്കെ ഇതിനെ ഇഷ്ടപ്പെടുന്നോ എന്ന് മനസ്സിലാക്കുവാൻ കൂടിയാണ്. അഥവാ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഇനിയും ഈ മാതിരിയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളെപ്പറ്റി എനിക്ക് അവതരിപ്പിക്കാൻ ഒരു പ്രചോദനമാകും. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ. എൻ്റെ ഗുരുനാഥൻ ശ്രീ കെ ജനാർദ്ദനക്കുറുപ്പ് സാറിൻ്റെ പ്രശ്നമാർഗ്ഗത്തിലെ സ്വപ്നപ്രശ്നത്തിനെ പറ്റിയുള്ള ക്ലാസ്സുകളാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുവാൻ എനിക്ക് പ്രചോദനമായത്. അദ്ദേഹത്തിനോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.